ഹലോ ഗൈസ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സഞ്ജു സാംസൺ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ കളിക്കുമെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇന്നലത്തെ പ്രസ് കോൺഫറൻസിൽ സഞ്ജു സാംസൺ കളിക്കുമോ എന്ന് റിപ്പോർട്ടർമാർ ചോദിച്ചപ്പോൾ സഞ്ജു സാംസൺ ആരെ മാറ്റിയിട്ട് കളിക്കുമെന്നാണ് സൂര്യകുമാർ യാദവ് ചോദിച്ചത്. അതിനർത്ഥം സഞ്ജു സാംസൺ കളിക്കാൻ സാധ്യത കുറവാണെന്നാണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ സൂര്യകുമാർ യാദവ് ഇതിനു മുമ്പ് ഇങ്ങനെ തന്നെയായിരുന്നു. സഞ്ജു ഫോമില്ലാത്തപ്പോഴും സഞ്ജു തന്നെ ഞങ്ങൾ പിന്താങ്ങുമെന്നൊക്കെ പറഞ്ഞ ആളാണ്. അതുകൊണ്ട് സൂര്യകുമാർ യാദവിൻ്റെ വാക്കുകൾ നമ്മൾ വിശ്വസിക്കേണ്ട. പിന്നെ ഇത് വേറൊരു എതിർ ടീമിനെതിരു പ്രതീക്ഷ നൽകി അവർ സഞ്ജുവിനെതിരായ തന്ത്രങ്ങൾ മെനയും അങ്ങനെയൊക്കെ ചിന്തകളുണ്ടാവും ഇതിൽ. എന്തായാലും സഞ്ജു സാംസൺ കളിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ തെലുങ്ക് വർമ്മേനെ മാറ്റില്ല എന്ന രീതിക്കാണ് പുള്ളി പറയുന്നത്. അഭിഷേക് ശർമ്മേനെ സപ്പോർട്ട് ചെയ്യും. തെലുങ്ക് വർമ്മ എല്ലാ കളിയും നന്നായിട്ട് കളിച്ച് വിക്കറ്റ് പോകുന്നതുകൊണ്ടാണ് പുള്ളി അങ്ങനെ കളിക്കുന്നതെന്നൊക്കെയാണ് സൂര്യകുമാർ യാദവിൻ്റെ ന്യായം. പക്ഷെ അതൊന്നുമല്ല. സഞ്ജു സാംസണ് ഒരു നീതി, തെലുങ്ക് വർമ്മയ്ക്ക് വേറൊരു നീതി, അഭിഷേക് ശർമ്മ എത്ര മുട്ടയിട്ടാലും അത് വേറൊരു നീതി. ഇന്നും അഭിഷേക് ശർമ്മ മുട്ടയിട്ട് കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല. എന്നാൽ അഭിഷേക് ശർമ്മയെ സംബന്ധിച്ച് ഒരു 70 റണ്ണെങ്കിലും അടിച്ചാലാണ് നല്ലൊരു ഇതാവുള്ളൂ. അല്ലെങ്കിൽ ഒരു 50 അറ്റ്ലീസ്റ്റ് അടിക്കണം പുള്ളി. അത് കാത്തിരുന്ന് കാണാം. സൗത്ത് ആഫ്രിക്കൻ ടീമാണ്. പിന്നെ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ അഭിഷേക് ശർമ്മ ഫോമല്ല, പക്ഷേ തെലുങ്ക് വർമ്മയും സഞ്ജുവും നല്ല ഫോമിലാണ്. അത് നമുക്കറിയാവുന്ന കളിയാണ്. സഞ്ജുവും തെലുങ്ക് വർമ്മയും 2 സെഞ്ചുറി വീതം T20 അതും സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ അടിച്ചിട്ടുണ്ട്. രണ്ടുപേരും പാർട്ട്ണർഷിപ്പിലുള്ള ആൾക്കാരാണ്. എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.